ഈ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയെങ്കിലും ഒരു മണ്ഡലം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവിടെ പിന്നെ അത് അടിച്ചുകൊണ്ട് പോകും വേറൊരാൾ. കായംകുളം BDJS-ൻ്റെ സീറ്റാണെന്ന് അറിയാഞ്ഞിട്ടാണോ, ആലപ്പുഴയിലെ കായംകുളം BDJS-ൻ്റെ സ്ഥിരം സീറ്റാണെന്ന് അറിയാഞ്ഞിട്ടാണോ ശോഭാ സുരേന്ദ്രൻ അവിടെ പോയി കുറേ കാര്യങ്ങൾ ചെയ്തത്? ഇപ്പം ഇന്ന് രാവിലെ തുഷാർ വെള്ളാപ്പള്ളി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, BDJS-നാണ് കായംകുളം സീറ്റ്. അപ്പോൾ ശോഭയ്ക്ക് സീറ്റില്ലല്ലോ അവിടെ. ഇനി ആലപ്പുഴയാണോ ശോഭ മത്സരിക്കുന്നത്? എങ്കിൽ പിന്നെ കായംകുളത്ത് ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? തമാശ എന്താണെന്ന് വെച്ചാൽ ഇത് BDJS BJP കളിച്ച് അവിടുത്തെ പ്രതിഭ ഇപ്പോൾ വളരെ താഴെ നിൽക്കുന്ന പ്രതിഭയുടെ ഗ്രാഫ് ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണ്. മോൻ്റെ വിഷയമായിട്ടൊക്കെ വന്ന് ഗ്രാഫ് വളരെ കുറഞ്ഞു നിൽക്കുകയാണ്. ആ പ്രതിഭയുടെ ഗ്രാഫ് ഉയരുകയും അവർ വീണ്ടും വളരെ ടൈറ്റ് ഫൈറ്റിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. BDJS-നെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് പിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം BDJS-ന് BJP-യുടെ മൊത്തം വോട്ട് കിട്ടണം, അപ്പുറത്തുള്ള വോട്ട് കിട്ടണം, അങ്ങനെ ഒരുപാട് സ്ഥലത്തുള്ള വോട്ട് കിട്ടിയാലേ BDJS-ന് ജയിച്ചു വരാൻ പറ്റുള്ളൂ കേരളത്തിൽ ഒരു സ്ഥലത്ത്. അപ്പോൾ എന്തായാലും പക്ഷേ കായംകുളം BDJS കൊടുക്കില്ല എന്നുള്ളതാണ്. 140 മണ്ഡലത്തിലും ഞങ്ങൾ മത്സരിക്കാൻ സജ്ജമാണ്, ഞങ്ങൾക്ക് 140 കാൻഡിഡേറ്റുമുണ്ട്, ഞങ്ങൾക്ക് 200 കാൻഡിഡേറ്റ് ഉണ്ട്, ഞങ്ങൾ പിന്നെ വെട്ടി 140 ആക്കും, അത് വേണമെങ്കിൽ വെട്ടി കുറച്ച് BJP തരുന്ന സീറ്റിലേക്ക് ഫിറ്റ് ചെയ്യാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ തുഷാർ വെള്ളാപ്പള്ളി അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വലിയ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും പ്രതിഭയുടെ ടേൺ ഒരിക്കൽ കൂടി ഗോൾ അടിക്കുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനാണെങ്കിൽ BDJS-ഉം BJP-യും തമ്മിലൊരു തർക്കം വന്ന് അവിടെ കായംകുളത്ത് അവസാനം ഇത് ആർക്ക് സീറ്റ് കിട്ടണമെന്നുള്ള ആ തർക്കത്തിലും സീറ്റിൽ ഉടക്കി അവസാനം ശോഭാ സുരേന്ദ്രന് സീറ്റില്ല, BDJS നിർത്തുന്നത് ചിലപ്പോൾ ആരാ നിർത്തിയതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ പ്രതിഭയും കയറി നിന്നാൽ മത്സരം കടുക്കും. അതേസമയം ചെയ്യേണ്ടത് അവിടെ ശോഭാ സുരേന്ദ്രൻ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കറിയില്ല അവരുടെ ഹോംവർക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, BDJS മറ്റൊരു സീറ്റ് വാങ്ങി, ആലപ്പുഴയിൽ തന്നെ ധാരാളം സീറ്റുണ്ടല്ലോ, ഈഴവാസിനെ SNDP-ക്ക് വലിയ സ്വാധീനമുള്ളതാണ് ആലപ്പുഴ ജില്ല, അങ്ങനെ മാറുന്നതായിരിക്കില്ലേ നല്ലതെന്ന് കൂടിയുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ മാറുന്നതാണ് ശോഭാ സുരേന്ദ്രന് ജയിക്കാനുള്ള ഒരു സാധ്യത. അതേസമയം BDJS സ്ട്രോങ് ആയി പിടിച്ചാൽ പിന്നെ അവർക്ക് ഘടകകക്ഷിയാണ്, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുത്താൽ ഈ പറഞ്ഞതുപോലെ ഒരു സംഘർഷത്തിലേക്ക് പോയി അവർ തമ്മിൽ വഴക്കുണ്ടായാൽ അതിൻ്റെ മുഴുവൻ ബെനിഫിറ്റ് പഠിക്കാൻ പോകുന്നത് CPM ആയിരിക്കും. പിന്നെ ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അവിടെ, നേരത്തെ മത്സരിച്ചു, ഒരു വനിത മത്സരിച്ചു, പക്ഷേ അവർ തോറ്റുപോയി. കോൺഗ്രസ്സിന് ഈ പറയുന്ന പോലെ കായംകുളത്ത് പക്ഷേ MM ഹസൻ ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ജയിക്കാത്ത മണ്ഡലമൊന്നുമല്ല, MM ഹസൻ പണ്ട് അവിടെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പിന്നെ യൂനുസ് കുഞ്ഞ്, ഒത്തിരി പേരവിടെ, കായംകുളത്ത് ഒത്തിരി പാരമ്പര്യമുള്ള സ്ഥലമാണ്, UDF-നും ഒക്കെ പാരമ്പര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പക്ഷേ ഇപ്പോൾ ഇടിച്ച് നിൽക്കുന്നത് 2 പ്രാവശ്യമായിട്ട് പ്രതിഭയാണ്. അതുകൊണ്ട് തന്നെ പ്രതിഭ അടിക്കുമോ അതോ ശോഭാ സുരേന്ദ്രൻ കൊണ്ടുപോകുമോ അതോ BDJS-ഉമായിട്ടുള്ള തർക്കത്തിൽ ആർക്കായിരിക്കും സീറ്റ് എന്നിപ്പോൾ പറയാൻ കഴിയില്ല. എന്നാലും BDJS കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് BDJS-ന് സീറ്റ് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, പ്രധാനപ്പെട്ട കുറേ സീറ്റ് കൊടുത്തല്ലേ കഴിയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കായംകുളം സീറ്റിൽ ഒരസൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ബോംബാണ് ഇന്ന് രാവിലെ തുഷാർ വെള്ളാപ്പള്ളി പൊട്ടിച്ചത്. എന്തായാലും ബാക്കി ഇപ്പുറത്തുള്ള ആളുകൾ, BJP-യിലെ ആളുകൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് വരുന്ന നാളെയായിട്ടൊക്കെ അതിൻ്റെ മെസ്സേജുകൾ വരുമായിരിക്കും, റിപ്ലൈ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായാലും കായംകുളത്ത് പ്രതിഭയുടെ സമയം വീണ്ടും തെളിഞ്ഞുവോ?